മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 04884 232 666. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. പോലീസുകാരുൾപ്പെടെ ഹണി ട്രാപ്പിലാക്കിയിട്ടും കാസർഗോഡ് സ്വദേശിനി ഇപ്പോൾ സ്വതന്ത്രയായി തുടരുന്നു. യുവതിക്കെതിരെ സംസ്ഥാനമാകെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചെമ്മനാട് സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരനെതിരെ കൂടുതൽ തട്ടിപ്പ് പരാതിയുമായി യുവാക്കൾ രംഗത്തെത്തിയിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുമായി ഇവർക്ക് ബന്ധമുണ്ടെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇൻകം ടാക്സ് ഓഫീസർ ചമഞ്ഞാണ് ശ്രുതി പലരെയും തട്ടിപ്പിന് ഇരയാക്കിയത്. ഇതിനായി വ്യാജ തിരിച്ചറിയൽ കാർഡും നിർമ്മിച്ചിരുന്നു. ചെമ്മനാട് കൊമ്പനടുക്കം സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരൻ ഹണി ട്രാപ്പിന്റെ മറവിലാണ് വൻ തട്ടിപ്പുകൾ നടത്തിയത്. പുല്ലൂർ സ്വദേശിയായ യുവാവിന് മംഗലാപുരത്ത് പീഡനക്കേസ് നൽകി ജയിലിൽ അടച്ചതോടെയാണ് യുവതിയുടെ തട്ടിപ്പ് പുറത്തു വന്നത്. സൗഹൃദം സ്ഥാപിച്ച് സ്വർണവും പണവും തട്ടിയെടുക്കുന്നതാണ് ശ്രുതിയുടെ രീതി. ചിലർക്ക് വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്യും. മംഗലാപുരത്ത് ജയിലിലായ യുവാവിൽ നിന്ന് 6 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. പണം തിരികെ ചോദിച്ചപ്പോഴാണ് കേസിൽ കുടുക്കിയതെന്നാണ് യുവാവ് പറയുന്നത്. 28 ദിവസം ജയിൽ കഴിയേണ്ടി വന്നു യുവാവിന്. പൊയിനാച്ചി സ്വദേശിയായ യുവാവും സമാനമായ രീതിയിൽ ശ്രുതിയുടെ തട്ടിപ്പിന് ഇരയായി. 2 കുട്ടികളുടെ അമ്മയാണ് ശ്രുതി. എന്നാൽ വിവാഹം കഴിച്ചതോ കുട്ടികളുള്ളതോ വെളിപ്പെടുത്താതെയാണ് ഓരോ സ്ഥലത്ത് ആഡംബര ഹോട്ടലിൽ തങ്ങി യുവാക്കളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത്. പാലക്കാട് സ്വദേശിയായ ഒരു പോലീസുകാരനും ഇവർ കാരണം ലക്ഷങ്ങൾ നഷ്ടമാവുകയും പീഡനക്കേസിൽ ജയിലിൽ കിടക്കേണ്ടതായും വന്നിരുന്നു. ശ്രുതി ചന്ദ്രശേഖരനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. തട്ടിപ്പിന് കുട്ടികളെയും ഉപയോഗിച്ചെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശ്രുതിയുടെ തട്ടിപ്പ് വിവരങ്ങൾ അന്വേഷിച്ച ബന്ധുവിനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും ഇവർ പോക്സോ കേസിൽ കുടുക്കിയിരുന്നു. ശ്രുതി ചന്ദ്രശേഖരന്റെ വലയിൽ കുടുങ്ങിയ പോലീസുകാരനെതിരെ ആദ്യം സ്ത്രീ പീഡനത്തിനാണ് യുവതി പരാതി നൽകിയത്. ജയിലിലായ ഇയാളെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പിന്നീട് ജാമ്യത്തിലിറങ്ങി ശ്രുതി ചന്ദ്രശേഖരനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ തട്ടിപ്പ് പുറത്താവുമെന്ന് വ്യക്തമായ യുവതി ഈ ഉദ്യോഗസ്ഥനെതിരെ പോക്സോ കേസ് നൽകി. 2023 നൽകിയ കേസ് ഇപ്പോൾ ബംഗളൂരുവിൽ നടക്കുന്നുണ്ട്. തട്ടിപ്പ് മനസ്സിലാക്കി ചോദ്യം ചെയ്ത ഭർത്താവിന്റെ ബന്ധുവായ 60-കാരനെയും ശ്രുതി ചന്ദ്രശേഖരൻ പോക്സോ കേസിൽ കുടുക്കി. പിന്നീട് ഹൈക്കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. ശ്രുതി ചന്ദ്രശേഖരൻ കോട്ടയത്തും സമാന തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തട്ടിപ്പ് പുറത്താവുമെന്ന് മനസ്സിലാവുമ്പോഴാണ് ശ്രുതി ചന്ദ്രശേഖരൻ മക്കളെ ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് വിവരം. കുട്ടികൾക്ക് യുവതി വിദ്യാഭ്യാസം നിഷേധിക്കുന്നതായും ആരോപണമുണ്ട്. കാസർഗോഡ് നഗരത്തിലെ സ്കൂളിൽ ഈ അധ്യയന വർഷം 2 കുട്ടികൾക്കും പ്രവേശനം നേടിയെങ്കിലും ആകെ 3 ദിവസമാണ് ഇവർ ക്ലാസ്സിലെത്തിയത്. IASRO ഉദ്യോഗസ്ഥയെന്നും IAS ട്രെയിനി എന്നുമൊക്കെ പരിചയപ്പെടുത്തി ശ്രുതി യുവാക്കളെ ഹണി ട്രാപ്പിൽ പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. ഇടത്തരക്കാരായ യുവാക്കളുമായി ചങ്ങാത്തം സ്ഥാപിച്ച ശേഷം അവരെ വലയിൽ വീഴ്ത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഈ 32-കാരി യുവാക്കളുടെ ബലഹീനത മുതലാക്കിയാണ് പണം തട്ടിയെടുക്കുന്നതെന്നാണ് പ്രാഥമിക വിവരം. യുവാക്കളുമായി നടക്കുന്ന സംഭാഷണങ്ങളുടെയും വാട്സാപ്പ് ചാറ്റുകളുടെയും വിവരങ്ങൾ ഫോണിൽ സൂക്ഷിക്കുന്ന യുവതി ഇവ പരസ്യപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടുന്നത്. അമ്പലത്തറ സ്വദേശിയായ ജിം പരിശീലകന്റെ 4 ലക്ഷം രൂപ തട്ടിയെടുത്തതും ഭീഷണിപ്പെടുത്തിയാണ്. വാട്സാപ്പ് പ്രൊഫൈൽ ചിത്രം സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച ശ്രുതി തനിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥനുമായി അടുത്ത പരിചയമുണ്ടെന്ന് പറഞ്ഞാണ് ഇരകളെ പരാതി നൽകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.